ദൈവത്തിന്റെ മഹത്വമുണ്ടാകട്ടെ. നാഷണൽ അപ്പോസ്റ്റോലിക് മീഡിയയുടെ അപ്പോസ്റ്റോലിക് ഡെയിലി മന്ന എന്ന ഈ മോർണിംഗ് ഡിവോഷനിൽ അല്പസമയം ദൈവത്തിനെ ഷെയർ ചെയ്യുവാൻ ദൈവം തന്ന കൃപയ്ക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി ഒരു തിരുവെഴുത്ത് വായിക്കുന്നു. സങ്കീർത്തനങ്ങൾ 147 മൂന്നാമത്തെ തിരുവെഴുത്ത് പറയുന്നു, മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ മറ്റൊരു തിരുവെഴുത്ത് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 61 1 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക്, ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുന്ന ദൈവം. മനുഷ്യന്റെ ജീവിതത്തിൽ പലപ്പോഴും അവൻ്റെ ഹൃദയം തകർന്നു പോകുന്ന സാഹചര്യങ്ങൾ വന്നേക്കാം. ഹൃദയം തകരുവാൻ പ്രധാനമായി ലോകത്തിലേക്ക് വന്നിരിക്കുന്ന കാരണം ലോകം പാപത്താൽ കിടക്കുന്നു എന്നുള്ളതാണ്. പാപത്താൽ കിടക്കുന്ന ലോകം മനുഷ്യ ഹൃദയങ്ങളെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യ ഹൃദയത്തെ പല കാരണങ്ങൾ കൊണ്ടാണ് മുറിവുകൾ വരുന്നത്. ആ മുറിവുകളിൽ ചിലത് ഇങ്ങനെയാകാം. ചില മുറിവുകൾ ശത്രുക്കളാൽ വരുന്നു, ചില മുറിവുകൾ സുഹൃത്തുക്കളിൽ നിന്ന് വരുന്നു, ചില മുറിവുകൾ സ്വന്തം കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. ഇങ്ങനെ വിവിധ നിലവാരത്തിൽ നമുക്ക് മുറിവുകൾ പറ്റാം. എന്നാൽ ഈ മുറിവുകൾ വരുവാനുള്ള സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കാം എന്നേ ഉള്ളൂ. ബൈബിളിലേക്ക് നോക്കുമ്പോൾ ജോസഫിനെ അവൻ്റെ സഹോദരന്മാർ വിറ്റു, അവൻ്റെ ഹൃദയം മുറിഞ്ഞു. ദാവീദിന്റെ ജീവിതത്തിൽ നോക്കിയാൽ സ്വന്തം മകൻ അവനോട് എതിർത്തു, അവൻ്റെ ഹൃദയം മുറിഞ്ഞു. ഹന്ന എന്ന് പറയുന്ന പ്രിയമുള്ളവൾ പരിഹാസം കേട്ട് അവളുടെ ഹൃദയം മുറിഞ്ഞു. ഹോസേയ എന്ന പ്രവാചകനെ കുറിച്ച് പഠിക്കുമ്പോൾ തന്റെ ഭാര്യയാൽ വഞ്ചിക്കപ്പെട്ട് അവന്റെ ഹൃദയം മുറിഞ്ഞു. പുതിയ നിയമത്തിലേക്ക് വന്നാൽ യേശു തന്റെ 12 ശിഷ്യന്മാരിൽ ഒരുവനായ യൂദായാൽ അവന്റെ ഹൃദയം വളരെയധികം വേദനപ്പെട്ടു, മുറിഞ്ഞു. എന്നാൽ ഹൃദയം മുറിയുമ്പോൾ ആ മുറിവിനെ എങ്ങനെയാണ് കെട്ടുന്നത്? മുറിവ് കെട്ടുന്നു എന്ന് പറയുന്ന വാക്കിൽ പ്രധാനമായി ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായി ദൈവം ആ മുറിവ് കാണുന്നു, പിന്നീട് ആ മുറിവിനെ വൃത്തിയാക്കുന്നു, പിന്നീട് മരുന്നിട്ട് പുരട്ടുന്നു, അവസാനം അത് കെട്ടി സംരക്ഷിക്കും. ഇതുപോലെയാണ് ദൈവം ആത്മാവിൽ പ്രവർത്തിക്കുന്നത്. നമ്മുടെ ദൈവം വേദനയെ മറയ്ക്കുന്നില്ല, അവൻ അതിനെ സ്പർശിക്കുന്നു. ദൈവം കണ്ണുനീർ അവഗണിക്കുന്നില്ല, അവൻ അതിനൊരർത്ഥം നൽകുന്നുണ്ട്. ദൈവം നമ്മുടെ ഭൂതകാലം മറയ്ക്കുന്നില്ല, അവൻ അതിനെ സാക്ഷ്യമാക്കുകയാണ്. ദൈവം എന്തുകൊണ്ടാണ് തകർന്ന ഹൃദയങ്ങളിലേക്ക് വരുന്നത്? കാരണം അഹങ്കാരമുള്ള ഹൃദയത്തിൽ ദൈവത്തിന് ഇടമില്ല. പൊട്ടിയ പാത്രത്തിലാണ് വെളിച്ചം പുറത്തേക്ക് വരുന്നത്. നുറുങ്ങിയ മണ്ണിലാണ് വിത്ത് വളരുന്നത്. തകർന്ന ഹൃദയത്തിലാണ് കൃപ ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുന്നത്. സങ്കീർത്തനം 51:17 പറയുന്നുണ്ട്, തകർന്ന് നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവം നിരസിക്കുകയില്ല. ദൈവം നുറുങ്ങിയ ഹൃദയങ്ങളെയാണ് അന്വേഷിക്കുന്നത്. നമുക്ക് അറിയാം, യേശു തൻ്റെ ഹൃദയം കലങ്ങി. ആ തകർന്ന ഹൃദയമാണ് മാനവരാശിയുടെ രക്ഷയായി മാറിയത്. നമ്മുടെ കർത്താവിൻ്റെ ഗത്സമനയിൽ ആ തകർന്ന ഹൃദയത്തോടുകൂടിയുള്ള പ്രാർത്ഥന അവൻ്റെ ശരീരത്തിലെ വേർപ്പുത്തുള്ളി, രക്തത്തുള്ളി പോലെ ആയി മാറുന്ന അനുഭവം കാണുന്നുണ്ട്. പ്രിയരെ, ഒറ്റപ്പെടലിൻ്റെയും തള്ളപ്പെടലിൻ്റെയും ഒക്കെ നടുവിൽ ഹൃദയം നുറുങ്ങിപ്പോയവർക്ക് കർത്താവിൻ്റെ സൗഖ്യമുണ്ട്. കർത്താവിൻ്റെ വിടുതൽ അവർക്ക് അനുഭവിക്കാൻ കഴിയും. കർത്താവ് അവരെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. നാം എവിടെയെല്ലാം ഒറ്റപ്പെട്ട് തകർന്നും നിരാശപ്പെട്ടും നമ്മുടെ ജീവിതം ഇരുണ്ടുപോയി എന്ന് പറയുന്ന അനുഭവങ്ങളിൽ ദൈവത്തിൻ്റെ സൗഖ്യം, ദൈവത്തിൻ്റെ വിടുതൽ വ്യത്യസ്തമായ നിലവാരത്തിലാണ് വരുന്നത്. ദൈവത്തിൻ്റെ സൗഖ്യമാക്കൽ എങ്ങനെയാണ് നടക്കുന്നത്? ചില സമയങ്ങളിൽ നാളുകളായിട്ടുള്ള ഒരു ജീവിതത്തിലൂടെ ചിലപ്പോൾ അസൗഖ്യം സംഭവിക്കും.
ചിലപ്പോൾ ഒറ്റ നിമിഷത്തിലായിരിക്കാം ആ സൗഖ്യം സംഭവിക്കുന്നത്. ചിലപ്പോൾ ദൈവവചനത്തിൻ്റെ ഒരു കേൾവിയിലൂടെ നമുക്ക് ഒറ്റ നിമിഷത്തിൽ തന്നെ ആ വചനം നമ്മളെ സൗഖ്യത്തിലേക്ക് നടത്തുന്നത്. ചിലപ്പോൾ പ്രാർത്ഥനാ അനുഭവങ്ങളിലൂടെയാണ് ദൈവം ആ സൗഖ്യം നടത്തുന്നത്. ചിലപ്പോൾ ചില പരീക്ഷണ ഘട്ടങ്ങളിൽ ആ സൗഖ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പ്രിയരെ, ഇന്ന് ജീവിതത്തിൻ്റെ ഏത് മേഖലയിലാണ് നമ്മൾ തകർക്കപ്പെട്ടത്, അവിടെ കർത്താവിൻ്റെ സൗഖ്യം അനുഭവിക്കാൻ ഒരവസരം ദൈവം നമുക്ക് നൽകുന്നുണ്ട് എന്ന് വചനത്തിൽ ബോധ്യമാക്കുന്നു. അതുകൊണ്ട് ഇന്ന് വചനം കേൾക്കുന്ന എല്ലാവർക്കും ആ സൗഖ്യത്തിൻ്റെ അനുഭവം കർത്താവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, തിരുക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനായ കർത്താവ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പി, എന്നിൽ വിശ്വസിപ്പി. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ടെന്ന് പറഞ്ഞ കർത്താവ് പ്രത്യാശയും എല്ലാവരെയും നിറയ്ക്കുമാറാവട്ടെ. നീ വചന കേൾവിയാൽ എല്ലാവരെയും അനുഗ്രഹിക്കണം. ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുന്ന കർത്താവിൻ്റെ കൃപ ഓരോ സെക്കൻഡിൽ അത് അനുഭവമാകാൻ വരട്ടെ. മഹത്വം അംഗീകരിക്കരുത്. യേശുവിൻ തന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.